പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു കോള് വരികയാണ്. ഇതനുസരിച്ച് നന്ദു സ്ഥലത്തെത്തുന്നുണ്ട്. പക്ഷേ തന്റെ അമ്മയാണ് അവിടുത്തെ പ്രതി എന്നുള്ളത് നന്ദു അറിഞ്ഞിരുന്നില്ല കേട്ടോ. നിയമം എല്ലാവർക്കും ബാധകമാണ്. പക്ഷേ തന്റെ അമ്മയെ ആരോ മനഃപൂർവ്വം കരുതി കൂട്ടി ചതിച്ചാണെന്നുള്ളത് നന്ദുവിന് ഉറപ്പായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ നന്ദു പറയുന്നുണ്ട്, അമ്മ ഒരു ഓട്ടോയിൽ സ്റ്റേഷനിലേക്ക് വന്നോളൂ. പക്ഷെ ചുറ്റിലും കൂടിയവർ അതിനൊരിക്കലും സമ്മതിക്കുന്നില്ല. അതിനൊരുത്തം പറയുന്നുണ്ട്, നിയമം എല്ലാവർക്കും ബാധകമാണ്, അത് സ്വന്തം അമ്മയാണെങ്കിലും അല്ലെങ്കിലും. പക്ഷെ ആ പറഞ്ഞ ആളെ നന്ദു നന്നായിട്ട് നോട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. ചുറ്റിലും നിൽക്കുന്നവരെ ബോധ്യപ്പെടുത്താൻ നന്ദുവിന് അമ്മയെ കൊണ്ടുപോയല്ലേ പറ്റൂ. അതുകൊണ്ട് നന്ദു ജീപ്പിൽ കയറ്റി അമ്മയെ കൊണ്ടുപോവുകയാണ്. ഞാൻ ഈ ഒരു എപ്പിസോഡിന്റെ ചുരുക്കം മാത്രമേ പറഞ്ഞുള്ളൂ. എന്തായാലും നമുക്ക് ഈ ഒരു എപ്പിസോഡ് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഈ എപ്പിസോഡിന്റെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് അനാമികയുടെ വീടാണ്. അനാമികയും അനാമികയുടെ അച്ഛനും അമ്മയും കാണിക്കുന്നുണ്ട്. അപ്പൊ അനാമിക പറയുന്നുണ്ട്, അച്ഛാ, ഓരോ ദിവസവും അവൾമാര് വളർന്ന് പന്തലിച്ചോണ്ടിരിക്കുക. എനിക്കിതൊന്നും കണ്ടിട്ട് സഹിക്കുന്നില്ല. അച്ഛാ, നമ്മൾ അവർക്കിട്ട് കൊടുക്കുന്നതൊക്കെ നമുക്ക് തന്നെ തിരിച്ചു കിട്ടുകയാണല്ലോ. അതിനർത്ഥം നമ്മളൊരു തോൽവിയാണെന്നല്ലേ? അങ്ങനെയൊന്നും പറയാതെ എന്റെ മോളെ, നമുക്ക് ഒരു ദിവസം വരും. തോൽവി വിജയത്തിന്റെ പടികളാണ്. അങ്ങനെ വേണം നമ്മൾ ആശ്വസിക്കാൻ. ഏതെങ്കിലും ഒരു ദിവസം നമുക്കും ദൈവം കാത്തു വെച്ചിട്ടുണ്ടാവും മോളെ. ഓ പിന്നെ ദേ അച്ഛാ, ഓരോ ദിവസം അവൾമാര് പടർന്ന് പന്തലിച്ചോണ്ടിരിക്കുക. ഇങ്ങനെ പോയാ അച്ഛാ, എന്റെ സമനില തെറ്റിപ്പോവും. അവൾമാരെ പിന്നീന്ന് കുത്തി വീഴ്ത്തണം, എന്നെങ്കിലും എനിക്ക് സമാധാനം കിട്ടൂ. ഷോ എന്റെ മോളെ, നമ്മൾ ചെയ്യാഞ്ഞിട്ടാണോ? കഴിയുന്ന പരമാവധി ഈ അച്ഛനെ നോക്കുന്നില്ലേ? അങ്ങനെ രേവതി പറയുന്നുണ്ട്, മോളെ നീ വിഷമിക്കാതിരിക്കെ, നമുക്ക് എത്രയും പെട്ടെന്ന് അവർക്കിട്ടൊരു പണി കൊടുക്കാം. അവരങ്ങനെ എന്റെ മോളെക്കാളും വലുതാവണ്ട. പക്ഷെ ഇനി നമ്മൾ എന്ത് ചെയ്യും അമ്മേ? എന്തൊക്കെ ചെയ്തിട്ടും അവൾമാരത് കയ്യോട് പിടികൂടല്ലേ? ആ മൊട്ടച്ചിക്കാണെങ്കിൽ SI ആയതിനു ശേഷം കുറച്ച് അഹങ്കാരം കൂടുതലാ. ഇത് കേട്ടപ്പോ വേണു പറയുന്നുണ്ട്, മോളെ, അവളുടെ അഹങ്കാരമൊക്കെ ഒറ്റ നിമിഷം കൊണ്ട് നമുക്ക് തകർക്കാം. എങ്ങനെ അച്ഛാ? നമ്മൾ ഇനി എന്ത് ചെയ്താലും അവൾ അത് കുത്തിപ്പൊക്കി അതിന് സത്യാവസ്ഥ കണ്ടെത്തും. ഏയ് ഇല്ല, അവൾക്കൊരിക്കലും ഇതിന് സത്യാവസ്ഥ കണ്ടെത്താൻ പറ്റില്ല. അച്ഛനെന്താ ഉദ്ദേശിക്കുന്നത്? മോളെ, എനിക്ക് മാർക്കറ്റില് നല്ല പരിചയക്കാരുണ്ട്. അത് മോൾക്കറിയാലോ. മാർക്കറ്റിൽ പരിചയക്കാരുണ്ടായതുകൊണ്ട് എന്താ കാര്യം? അതൊക്കെ കാര്യമുണ്ട് മോളെ. ഇപ്പൊ അടുത്തൊരു ദിവസം ഞാൻ വീട്ടിലേക്കുള്ള സാധനം വാങ്ങിക്കാൻ മാർക്കറ്റിൽ ചെന്നിരുന്നു. അവിടെ വെച്ച് ഈ കനകയെ ഞാൻ കണ്ടു, ഈ നന്ദുവിന്റെ അമ്മയെ. അപ്പോഴാണ് എന്റെ സുഹൃത്ത് ഈ കനകയെ കുറിച്ച് സൂചിപ്പിച്ചത്. എല്ലാ ഞായറാഴ്ചയും സാധനം വാങ്ങിക്കാൻ ഈ കനക അവിടെ എത്താറുണ്ട്. ഇടയ്ക്ക് അവനൊന്ന് അവളുമായി മുട്ടാൻ നോക്കി. എന്ന് വെച്ചാ അവൻ ചിലത് അവളോട് മോശമായി സംസാരിച്ചു. എന്ന് ഈ കനകയ്ക്ക് അതങ്ങ് ദഹിച്ചില്ല. കനക അവന്റെ മുഖം നോക്കി ഒരെണ്ണം കൊടുത്തു. ഇതൊക്കെ ചുറ്റിലും കണ്ടോണ്ട് ഒരുപാട് പേരുണ്ടായിരുന്നു. അന്ന് മുതൽ അവൻ അവളോട് ദേഷ്യം തുടങ്ങിയതാ. ഇപ്പോഴും ആ കനക അവനെ കണ്ട കാർക്കിച്ചു തുപ്പു. അതിനൊരടി അവക്കിട്ട് കൊടുക്കണമെന്ന് അവൻ കരുതിയിരിക്കുകയായിരുന്നു. പിന്നെ ഇടയ്ക്ക് വെച്ചാ ആ മൊട്ടച്ചി SI ആയത്. അതിനുശേഷം അവൻ അവളുമായി മുട്ടാൻ ഒരു ഭയം. എന്തായാലും നമ്മളായിട്ടൊരു സാഹചര്യം അതിനൊരുക്കി കൊടുക്കാൻ പോവാ. ഈ അച്ഛൻ എന്തൊക്കെയാ അമ്മേ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. നിന്റെ അച്ഛനല്ലേനും എന്താ പറയുന്നത് എനിക്ക് പോലും മനസ്സിലാവാറില്ല. ദേ വേണുവേട്ടാ, മനുഷ്യന് മനസ്സിലാവുന്ന ഭാഷയിൽ പറ. രേവതി, ഞാൻ വേറൊന്നും അല്ല പറഞ്ഞത്. അവന്റെ കടയിൽ നിന്ന് എന്തെങ്കിലും മോഷ്ടിച്ചെന്നും പറഞ്ഞ് കനകയെ ഒരു പേരും കള്ളിയാക്കി എല്ലാവരുടെ മുന്നിൽ ചിത്രീകരിക്കണം. എന്നിട്ട് അവളുടെ മോള് തൊലി ഉരിഞ്ഞ് അവളെ ജീപ്പിൽ കയറ്റി കൊണ്ടുപോയി ജയിലിൽ അടയ്ക്കണം. ഇത് കാണാൻ മോൾക്ക് ആഗ്രഹമില്ലേ? അയ്യോ അച്ഛാ, ആ നിമിഷം ശരിക്കും പറഞ്ഞാൽ ഞാൻ ആസ്വദിക്കുന്ന നിമിഷമായിരിക്കും. അങ്ങനെ ഒരു കാഴ്ച എനിക്ക് കാണാൻ പറ്റുവച്ചാ. അതിനല്ലേ മോളെ ഞാൻ പറഞ്ഞത് അവരുമായിട്ട് നമ്മളൊന്ന് സഹകരിക്കണമെന്ന്. എന്ന് വെച്ചാ അച്ഛൻ പണമാണോ ഉദ്ദേശിക്കുന്നത്? അത് പിന്നെ അവൻ ചോദിച്ചാൽ മാത്രം കൊടുത്താൽ മതി. കുറച്ച് പണം പോയാലും കുഴപ്പമില്ല. അവളുടെ അമ്മ ജയിലിൽ കയറണം. നിങ്ങൾ അവളെ ഇഞ്ചിഞ്ചായി ചതച്ചതില്ലേ, അതിനുള്ള പ്രതികാരം വീട്ടണം. പിന്നെ കൊടുക്കാതിരിക്കോ? രേവതിക്ക് കാര്യമായിട്ടൊന്നും കിട്ടിയിട്ടില്ല. പക്ഷേ എന്റെ കൈയിന്റെയും കാലിന്റെയും വേദന അതിപ്പോഴും മാറിയിട്ടില്ല. അതിനവക്ക് ഞാൻ കൊടുത്തിരിക്കും. ഇനി എന്റെ മേല് നോവുന്ന രീതിയിൽ അവൾ ഒരിക്കലും ഇവിടെ വന്ന് ഞങ്ങൾ ആക്രമിക്കരുത്. അങ്ങനെ ആക്രമിച്ച അവളുടെ മനസ്സിന് നോവുന്ന രീതിയിൽ പലതും ഞങ്ങൾ ചെയ്യുന്നു. അവക്കൊരു ഭയം ഉണ്ടാവണം. അച്ഛാ, എന്നാ പിന്നെ സമയം കളയണ്ട. എത്രയും പെട്ടെന്ന് കാര്യങ്ങളൊക്കെ ശരിയാക്കാൻ നോക്ക്. എന്നാ പിന്നെ ഞാൻ മാർക്കറ്റ് വരെ ഒന്ന് പോയിട്ട് വരട്ടെ. ഈ കാര്യം അവരുമായി ഡിസ്കസ് ചെയ്യണം. അച്ഛാ, ഞാനും അമ്മയും കൂടി വന്നാലോ? എന്നാ പിന്നെ നിങ്ങളും കൂടി പോര്. ഇന്നെന്തായാലും കനക വരുന്ന ദിവസാ. ഇന്നത്തോടുകൂടി അവളുടെ കാര്യത്തിൽ നമുക്കൊരു തീരുമാനം ഉണ്ടാക്കാം. അപ്പൊ രേവതി പറയുന്നുണ്ട്, ശരി, ഞാൻ എത്രയും പെട്ടെന്ന് മാറ്റിയിട്ട് വരാം. ഇതൊക്കെ കാണാൻ എനിക്ക് ഭാഗ്യം ഉണ്ടായാൽ മതി. ഇതും പറഞ്ഞിട്ട് രേവതി ഡ്രസ്സ് മാറാൻ വേണ്ടി പോവാണ് കേട്ടോ. പിന്നെ കാണിക്കുന്നത് നന്ദാവനമാണ്. കനക നന്ദുവിന് കൊണ്ടുപോകാനുള്ള ഭക്ഷണമൊക്കെ ടേബിൾ എടുത്തു വെക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, നന്ദൂട്ടാ, നിനക്കുള്ള ഭക്ഷണം ഇവിടെ ടേബിളുണ്ട് കേട്ടോ. എന്തിനാ അമ്മ ഇതൊക്കെ ഉണ്ടാക്കി കഷ്ടപ്പെടുന്നത് രാവിലെ തന്നെ? ദേ, ഇതൊക്കെ എനിക്ക് അവിടെ കിട്ടില്ലേ? അവിടുത്തെ ഭക്ഷണേ നിനക്ക് വയറിന് പിടിക്കില്ല. ഇത് അമ്മ സ്നേഹത്തോട് ഉണ്ടാക്കി തരുന്നതാ. മുഴുവനും കഴിച്ചോളണം. എന്റെ അമ്മ രാവിലെ കഷ്ടപ്പെട്ട് ഉണ്ടാക്കുന്നത് പിന്നെ ഞാൻ വേസ്റ്റ് കളയാൻ കൊണ്ടുപോവാണോ? ഇത് മുഴുവനും ഞാൻ കഴിച്ചിട്ടേ കൊണ്ടുവരൂ. എന്നാലും അമ്മ രാവിലെ ഇങ്ങനെ കഷ്ടപ്പെടണ്ട അമ്മേ. അപ്പൊ ഗോവിന്ദ പറയുന്നുണ്ട്, എന്തിനാ മോളെ പുറത്തത്തെ ഭക്ഷണം കഴിച്ച് വയറ് കേടാക്കുന്നത്? അതിനേക്കാളും നല്ലത് നിന്റെ അമ്മ ഉണ്ടാക്കി തരുന്ന ഭക്ഷണമല്ലേ? ഞാനും കനകയെ സഹായിക്കുന്നുണ്ട്. അതുകൊണ്ട് വലിയ പണിയൊന്നും കനകയ്ക്കില്ല. അതെ, ഗോവിന്ദേട്ടൻ ഇപ്പൊ രാവിലെ തന്നെ അടുക്കളയിൽ കയറും. ആഹാ, അതോളാലോ, അമ്മക്കിപ്പൊ ഒരു സെർവന്റിനെ കിട്ടി അല്ലേ? ഓ, ഒന്ന് പോടി പെണ്ണെ. ദേ നന്ദൂട്ടാ, ഞാൻ വീണ്ടും പറയാണ്, തന്നതൊക്കെ കഴിച്ചോളണം. ശരി അമ്മേ. അല്ല, അമ്മ എന്താ ഇങ്ങനെ തട്ടിപ്പിടയുന്നത്? എങ്ങോട്ടെങ്കിലും പോകുന്നുണ്ടോ?
ആ അത് പറയാൻ വിട്ടു. അടുക്കളയിലേക്കുള്ള സാധനമൊക്കെ തീർന്നിരിക്ക. ഇന്നെന്തായാലും എനിക്ക് മാർക്കറ്റിൽ പോണം. ആ പറഞ്ഞ പോലെ ഇന്ന് ഞായറാഴ്ചയാണല്ലോ. എന്നാ പിന്നെ കനകെ ഞാനും നിന്റെ കൂടെ വരാം. ഇത് പറയാട്ടോ ഗോവിന്ദൻ. ഏയ് അതൊന്നും വേണ്ട, ഗോവിന്ദേട്ടന് മരുന്ന് വാങ്ങിക്കാൻ പോവാനില്ലേ, ഗോവിന്ദേട്ടൻ അങ്ങോട്ട് പൊയ്ക്കോ, ഞാനിത് വാങ്ങി പെട്ടെന്ന് വന്നോളാം. വേണ്ട കനകെ, ഞാനും കൂടി വരാം. വേണ്ടെന്നല്ലേ പറഞ്ഞത്, എന്നും ഞാൻ ഒറ്റയ്ക്കല്ലേ പോയി വാങ്ങാറ്, ഇന്നിപ്പോ എന്തോ ഒരു പ്രത്യേകത. ഇത് പറഞ്ഞപ്പോ നന്ദു വരുന്നുണ്ട്. അമ്മയ്ക്ക് എന്താ വേണ്ടെന്ന് വെച്ചാ ഞാൻ ജോലി കഴിഞ്ഞ് വാങ്ങി വരാം. വെറുതെ അമ്മ അതിനായിട്ട് നടക്കാൻ നിൽക്കണ്ട. ഏയ് അതൊന്നും പറഞ്ഞാൽ പറ്റില്ല. ഇന്ന് വൈകിട്ട് ചിലപ്പോ ആദർശൻ നയനമോളും വരും. അവർക്ക് എന്തെങ്കിലും വായിക്ക് രുചിയുള്ളത് വെച്ചുണ്ടാക്കി കൊടുക്കണം. ഇവിടെയാണെങ്കിൽ പച്ചക്കറി ഒന്നും ഇരിക്കുന്നില്ല, പലചരക്ക് സാധനങ്ങളും തീർന്നിരിക്കുക. എന്തായാലും ഞാൻ പോയിട്ട് വാങ്ങിട്ട് വരാം. എന്നാ പിന്നെ ശരി, അമ്മ സൂക്ഷിച്ചൊക്കെ പോണേ. ഓ ശരി നന്ദൂട്ടാ, എന്നാ പിന്നെ അച്ഛാ ഞാൻ ഇറങ്ങാം. ശരി മോളെ. അങ്ങനെ നന്ദു അവിടുന്ന് ഇറങ്ങുന്നുണ്ട് കേട്ടോ. പിന്നെ കാണിക്കുന്നത് മാർക്കറ്റാണ്. അങ്ങനെ വേണു അയാളോട് പറയുന്നുണ്ട്, പ്രശാന്ത, നിനക്ക് ഞങ്ങൾ പറയുന്ന കാര്യങ്ങൾ കേട്ടിട്ട് എന്താ തോന്നുന്നത്? വേണു, നീ പറഞ്ഞാൽ ഞാനത് ചെയ്യാതിരിക്കൂ, പ്രത്യേകിച്ച് നിന്റെ മോൾക്ക് വേണ്ടിയിട്ട്. പക്ഷെ ഈ ഒരു കാര്യത്തിൽ ഞാൻ നിസ്സഹായനാണ്. അതെന്താ പ്രശാന്ത നീ അങ്ങനെ പറയുന്നത്? എന്ന് വെച്ചാ വേണു, ഈ പറയുന്നവളുടെ മകളെ ഇപ്പൊ SI ഞാൻ ഈ പച്ചക്കറിയും അല്ലറ ചില്ലറ തട്ടിപ്പുകളായിട്ട് അങ്ങനെ കഴിഞ്ഞു പോവാ. ഇനി ഈ വിഷയം വലുതായ അവളുടെ മോളതൊക്കെ കെട്ടിപ്പൊക്കുമെന്ന് ആര് കണ്ടു? നിനക്ക് എന്ത് നഷ്ടമുണ്ടെങ്കിലും അത് ഞങ്ങളേറ്റു അല്ലേ മോളെ? അപ്പൊ അനാമിക പറയുന്നുണ്ട്, അച്ഛാ. വേണു അങ്ങനെ കണ്ണോണ്ട് ഇറുക്കി കാണിക്കുന്നുണ്ട് കേട്ടോ. മോളെ, കാര്യം നടക്കണമെങ്കിൽ കഴുതക്കാലം പിടിക്കണം. ശരി. എന്താ വേണു, എന്താ അവളെ ചെവിട്ടി പറഞ്ഞു കൊടുക്കുന്നത്? അത് പിന്നെ ഒന്നുമില്ല പ്രശാന്ത, മോൾക്ക് ആഗ്രഹം കൊടുത്തിട്ടാ നീ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വന്നത്. നീ എന്റെ അടുത്ത സുഹൃത്താണെന്ന് പറഞ്ഞിട്ടു ഇപ്പൊ നീ കൈ ഒഴിയുന്നത് കണ്ടപ്പോ അവക്കൊരു വിഷമം പോലെ. അയ്യോ മോളെ, ഞാൻ അങ്ങനെ പറഞ്ഞതല്ല. ചുരുക്കത്തിൽ എല്ലാവർക്കും ആ SIയെ പേടിയാ, പ്രത്യേകിച്ച് അതൊരു പെണ്ണാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അവൾ ഒരു ജഗജില്ലിയാ. ചേട്ടൻ ഇപ്പൊ പറഞ്ഞ പണി ചെയ്യാൻ പറ്റുമോ? ശരി, എന്നാ പിന്നെ മോൾക്ക് വേണ്ടി ഞാനത് ചെയ്യാം. അവൾ ഇവിടുന്ന് എന്തെങ്കിലും ഒന്ന് മോഷ്ടിക്കണം, അത്രമാത്രം പോരെ? അത് മതി. എന്നാ പിന്നെ അവൾ ഇന്നെന്തായാലും ഇവിടെ വരും. ബാക്കി നിങ്ങൾ നോക്കിക്കണ്ടോ. ശരി പ്രശാന്ത, ഞങ്ങൾ അങ്ങോട്ട് മാറി നിൽക്കാം. ഇതും പറഞ്ഞുകൊണ്ട് വേണും അനാമികയുടെ അമ്മയും കൂടി ഒരു സൈഡിലിട്ട് മാറി നിൽക്കുകയാണ്. അച്ഛാ, അവരിപ്പോഴെങ്ങാനും വരുമോ? വരും മോളെ, കുറച്ചു നേരം നീ വെയിറ്റ് ചെയ്യ്. വെയിറ്റ് ചെയ്ത് ഇരിക്കത്തേ ഉണ്ടാവൂ. അപ്പോഴാണ് രേവതിയുടെ കണ്ണില് കനകയെ പെടുന്നത്. ദേ മോളെ, വരുന്നേ നോക്കി, കനക വരുന്നുണ്ട്. ആഹാ, കൊള്ളാലോ അച്ഛാ. അപ്പൊ ഇന്നെന്തായാലും നമ്മൾ പൊളിക്കും. അതെ, കൂടുതൽ ആഹ്ലാദിക്കണ്ട. അവനോട് നമ്മൾ പോലീസിനെ വിളിക്കുന്ന കാര്യം പറഞ്ഞിട്ടില്ല. ആ കനകെ അവിടെ ഇട്ട് നാണം കിടത്തണമെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അതെന്തായാലും പോലീസിൽ അറിയിക്കണച്ചാ, എങ്കിൽ മാത്രമാണല്ലോ അവൾക്ക് അവളുടെ അമ്മയെ ജയിലിലേക്ക് കൊണ്ടുപോകേണ്ടി വരിക. എന്തായാലും ജയിലിൽ പോയി അവളുടെ അമ്മയൊന്ന് കാണണം. എന്നിട്ട് അവളുടെ മുഖം നോക്കി ചില കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട് അച്ഛാ. എന്തായാലും നോക്കി നിന്നോ. അങ്ങനെ കനക മാർക്കറ്റിന്റെ ഉള്ളിലോട്ട് കയറുന്നുണ്ട് കേട്ടോ. കനകയെ കണ്ടപ്പോ തന്നെ പ്രശാന്ത പറയുന്നുണ്ട്, ആഹാ, ഇതാര്? കനകയോ? കനക ഇപ്പൊ ഇങ്ങോട്ട് കാണാറില്ലല്ലോ. അതെന്താടാ, നിന്റെ കണ്ണെന്താ ദുബായിലോട്ട് പോയോ? കണ്ണ പെമ്പിള്ളാരുടെ പിന്നാലെയൊക്കെ നിന്റെ കണ്ണ് കാണുമല്ലോ. അപ്പൊ പിന്നെ നീ എന്നെ എങ്ങനെ കാണാതെ പോകുന്നു? നിന്നെയൊക്കെ ഉണ്ടല്ലോ പിടിച്ച് ജയിലിൽ അടയ്ക്കണം. എന്നാലേ സ്ത്രീകൾക്ക് മര്യാദയ്ക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റൂ. ഷെടാ, ഞാനിതിനു മുമ്പ് ചോദിച്ച് തിരിച്ചെടുത്തല്ലോ. ഇനി എന്തിനാ കനകെ വെറുതെ ആ ദേഷ്യം എന്നോട് കാണിക്കുന്നത്? നമ്മള് സുഹൃത്തുക്കളല്ലേ. ആരോടോ തന്റെ സുഹൃത്ത്? വേറെ ആര്? കനക തന്നെ. അടുത്തുനിന്ന് കുറച്ച് മാറിയുന്നേ. താനെന്തിനാ ഒട്ടിയൊരുമി എന്റെ അടുത്ത് നിൽക്കുന്നത്? അല്ല, കുറെ നാളായില്ലേ ഞാൻ കനകയോട് സംസാരിച്ചിട്ട്. എനിക്ക് 1/2 കിലോ ഉരുളക്കിഴങ്ങ് വേണം, എടുത്തുക. സുമേഷേ, കനക ചേച്ചിക്ക് 1/2 കിലോ ഉരുളക്കിഴങ്ങ്. ഇതും പറഞ്ഞ് പ്രശാന്തൻ അകത്തോട്ട് ചെല്ലുന്നുണ്ട് കേട്ടോ. അവിടെ തന്നെ ഈ കടയിൽ ജോലി ചെയ്യുന്ന ഒരു സ്ത്രീ ഇരിക്കുന്നുണ്ട്. അപ്പൊ പ്രശാന്തൻ അങ്ങോട്ട് ചെന്നിട്ട് പറയുന്നുണ്ട്, അതെ, പെട്ടെന്ന് ഊരിത്താ. ഞാൻ പറഞ്ഞ പോലെയൊക്കെ പ്രശ്നം ഉണ്ടാക്കിക്കൊള്ളണം. അതൊക്കെ ഞാൻ ഏറ്റു പ്രശാന്തേട്ടാ. എന്നാ പിന്നെ തന്നോ. അങ്ങനെ ആ ചെയിനും വാങ്ങിച്ചോണ്ട് കനകയുടെ ബാഗിലിടാൻ വേണ്ടി പ്രശാന്തൻ അങ്ങോട്ട് ചെല്ലുന്നുണ്ട്. അല്ല, കനക ചേച്ചിക്ക് 1/2 കിലോ ഉരുളക്കിഴങ്ങ് കിട്ടിയോ? ആരോട് നിന്റെ ചേച്ചി? നീ ഈ കനകയുടെ അടുത്ത് വെളച്ചിലെടുക്കാൻ നിൽക്കണ്ട. കൂടുതൽ വെളച്ചിലെടുത്താലേ നീ എന്നോട് പറഞ്ഞതെല്ലാം ഞാൻ എന്റെ മോളോട് ചെന്ന് പറയും. ഇതെങ്ങാനും എന്റെ മോൾ അറിഞ്ഞാലുണ്ടല്ലോ, പിന്നെ നിന്നെ വെച്ചേക്കില്ലടാ. വെറുതെ എന്റെ മോളും നീയും തമ്മിൽ ഒരു പ്രശ്നം വേണ്ടെന്ന് കരുതിയാ ഞാൻ അവളോടൊന്നും പറയാത്തത്. എന്ന് കരുതി നീ അത് മുതലെടുക്കാൻ നോക്കണ്ട, കേട്ടോടാ. ഓ ശരി കനകെ. അപ്പോഴേക്കും ഈ പ്രശാന്തന് കനകയുടെ ബാഗിൽ സാധനം ഇട്ടിട്ടുണ്ട് കേട്ടോ. അല്ല, എല്ലാം വാങ്ങിച്ചോ? എന്നാ പിന്നെ നമുക്ക് ബില്ല് ചെയ്യാം. ഇതും പറഞ്ഞുകൊണ്ട് ബില്ല് ചെയ്യുന്ന സ്ഥലത്ത് പോയി പ്രശാന്തൻ ഇരിക്കുന്നുണ്ട്. അങ്ങനെ എല്ലാ സാധനങ്ങളും കൂടി ബില്ല് ചെയ്യാണ് കേട്ടോ. ആ സമയത്താണ് അങ്ങോട്ടേക്ക് ആ സ്ത്രീ വരുന്നത്. പ്രശാന്തേട്ടാ, എന്റെ കയ്യിലുണ്ടായിരുന്ന ചെയിന് കാണാനില്ല. എന്ത് ചെയിന് കാണാനില്ലെന്നോ? അവിടെയാണെന്നുണ്ടെങ്കിൽ കുറച്ച് ആളുകൾ പച്ചക്കറിയൊക്കെ നോക്കി നിൽക്കുന്നുണ്ട് കേട്ടോ. എന്തുപറ്റി? ചെയിന് കാണാനില്ലേ? എവിടെ പോയി? അറിയില്ല, പെട്ടെന്ന് നോക്കിയപ്പോ ചെയിന് കാണാനില്ല. ഷെടാ, ചെയിനൊക്കെ സൂക്ഷിക്കണ്ടേ ചേച്ചി? പ്രശാന്തേട്ടാ, എന്റെ ചെയിൻ എവിടെ പോയി? അതുകൊള്ളാലോ, എന്നോടാണോ ചോദിക്കുന്നത്? അപ്പൊ കനക അങ്ങോട്ട് ആശ്വസിപ്പിക്കാൻ ചെല്ലുന്നുണ്ട്. എന്തുപറ്റി?
സ്വർണത്തിന്റെ ചെയിനൊക്കെ നന്നായിട്ട് സൂക്ഷിക്കണ്ടേ? പ്രത്യേകിച്ച് സ്വർണത്തിന് വില കൂടുതലാ. അതുകൊണ്ട് എവിടെ കണ്ടാലും ആളുകൾ മോഷ്ടിക്കും. എന്ത് ചെയ്യാനാ ചേച്ചി, എന്റെ 3 പവന്റെ മാലയാ, കാണുന്നില്ല. അപ്പൊ അവിടെ നിൽക്കുന്ന വേറെ ഒരുത്തം പറയുന്നുണ്ട്, എന്നാ പിന്നെ പ്രശാന്തേ എല്ലാവരും ചെക്ക് ചെയ്തിട്ട് വിട്ടാ മതി, ആരും ഇവിടെ നിന്ന് പോവണ്ട. ഇതും പറഞ്ഞ് എല്ലാവരും പിടിച്ചു നിർത്തുകയാണ് കേട്ടോ. അപ്പോ കനകയാണെന്നുണ്ടെങ്കിൽ അവിടെ കൂളായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോ കനകയുടെ അടുത്തോട്ട് തന്നെ പ്രശാന്ത് വരുന്നുണ്ട്. എന്താ, എങ്ങോട്ടാ നീ വരുന്നത്? അല്ല, ഒന്ന് ചെക്ക് ചെയ്യാൻ. നീ എന്നെ ചെക്ക് ചെയ്യണ്ട, ഞാൻ തന്നെ എന്നെ ചെക്ക് ചെയ്ത് കാണിച്ചു തരാം. ഇതും പറഞ്ഞുകൊണ്ട് ആ ബാഗൊക്കെ എടുത്ത് കാട്ടിക്കൊടുക്കാണ് കനക. അപ്പോഴാണെങ്കിൽ ആ മാല ആ സൈഡിൽ ഇരിക്കുന്നത് എല്ലാവരും കാണുകയാണ്. ദേ, ഇതല്ലേ മാല? അയ്യോ, എന്റെ 3 പവന്റെ മാല. ഈ മാല എങ്ങനെ ഇതിൽ പെട്ടു? ആഹാ, കൊള്ളാലോ കനകെ. കനകയ്ക്കപ്പം മോഷണമുണ്ടോ? ദേ പ്രശാന്ത, നീ എന്നോട് വല്ല കളിയും കളിച്ചിട്ടുണ്ടെങ്കിലേ നിന്നെ ഞാൻ വിവരം അറിയിക്കും. ഞാൻ എന്ത് കളിക്കാനാ കനകെ? ദേ, ഞാൻ ആരുടെയും മാല മോഷ്ടിച്ചിട്ടില്ല. ഈ മാല എങ്ങനെ എന്റെ ബാഗിൽ വന്നതെന്ന് അറിയില്ല. അപ്പൊ ആ കൂട്ടത്തിൽ നിൽക്കുന്ന ഒരുത്തം പറയുന്നുണ്ട്, ആ മാലയ്ക്ക് ജീവൻ കാണും, അത് നടന്നു വന്ന് നിങ്ങളുടെ ബാഗിൽ വന്ന് ഇരുന്ന് കാണും. ഇങ്ങനെ കുറെ എണ്ണ ഇറങ്ങിക്കോളും പട്ടാപ്പകല് കക്കാനായിട്ട്. എന്നിട്ടാണെങ്കിലോ എന്തൊരു കോൺഫിഡൻസോടെയാ ആ ബാഗ് തപ്പാൻ പറയുന്നത്. ഇവൾമാരെയൊക്കെ പിടിച്ചേ പോലീസിൽ ഏൽപ്പിക്കാ വേണ്ടത്. അപ്പൊ പ്രശാന്ത് പറയുന്നുണ്ട്, അയ്യോ ചേട്ടാ, അതൊന്നും വേണ്ട, ഇതെനിക്കറിയാവുന്ന ആളാ കനക. ഇതാണെങ്കിൽ ഇവിടുത്തെ സ്റ്റാഫും. എന്റെ കനകെ, ഇതുപോലെ പട്ടാപ്പകല് മോഷ്ടിക്കാനൊന്നും നടക്കില്ലേ നീ. ദേ, ഇതിപ്പോ എന്റെ സ്റ്റാഫ് ആയതുകൊണ്ട് നിന്നെ വെറുതെ വിട്ടു. ഇല്ലാന്നുണ്ടെങ്കിലേ നീ ഇപ്പൊ ജയിലിൽ പോയി കിടക്കേണ്ടി വരും. ഞാൻ എന്തിനാണ് ജയിലിൽ പോയി കിടക്കണം? ഞാൻ ഇവിടെ ആരതും ഒന്നും മോഷ്ടിച്ചിട്ടില്ല. ആരും എന്നെ മനഃപൂർവ്വം കുടുക്കിയേക്കുവാ. ഇനിയിപ്പൊ അത് പറഞ്ഞാ മതിയല്ലോ. ദേ, നിങ്ങളെയൊക്കെ പോലീസിൽ ഏൽപ്പിക്കണം. എടാ പ്രശാന്തേ, എന്തിനാ നീ ഓരോന്ന് പറഞ്ഞ് ന്യായീകരിക്കുന്നത്? വിളിക്കടാ പോലീസിനെ. അതൊന്നും ആവശ്യമില്ല, ഇവര് പൊയ്ക്കോട്ടെ. എന്താവശ്യമില്ലെന്ന് വിളിക്ക് തന്നെ വേണം. ദേ, നിനക്ക് കുഴപ്പമുണ്ടോടി? എനിക്കെന്റെ സാധനം കിട്ടിയില്ലേ, എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഇതൊക്കെ കണ്ടിട്ട് കാറിലിരുന്ന് ചിരിച്ചോണ്ടിരിക്കുകയാണ് വേണുവും വേണുവിന്റെ മകളും ഭാര്യയും. മോളെ, എങ്ങനെയുണ്ട്? കൊള്ളാവോ? അവളെ കള്ളിയാക്കിയത്. അവളെ ഞാൻ വിളിച്ചിട്ടുണ്ട്, ആ SI നന്ദുവിനെ. അവളിപ്പോ ഇവിടെ എത്തും. സ്വന്തം അമ്മയാണെന്ന് അറിയുമ്പോ നിന്ന് ഉരുകും അവള്. ഉരുകട്ടച്ച, അതെനിക്ക് കാണണം. അത് കണ്ടെനിക്ക് ആസ്വദിക്കണം. ദേ, പറഞ്ഞ് നാവെടുത്തില്ല, അവളെത്തിയല്ലോ. അങ്ങനെ നന്ദു ആണെങ്കിൽ ജീപ്പിന്ന് മാസായിട്ട് ഇറങ്ങുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ആ കടയിലോട്ട് ഒറ്റ വരവാ. കനകയാണെങ്കിൽ അവിടെ നിന്ന് കരയുന്നുണ്ട് കേട്ടോ. ഇത് കണ്ടപ്പോ തന്നെ നന്ദു ആകെ ടെൻഷൻ ആവുന്നുണ്ട്. അമ്മയ്ക്ക് എന്ത് പറ്റി? ഇത് കേട്ടപ്പോ ചുറ്റിലുണ്ടായിരുന്നവർ പറയുന്നത്, ആഹാ, പോലീസ് എത്തിയല്ലോ. ദേ, ഇതൊരു പെരുങ്കള്ളിയാ. 3 പവന്റെ മാല മോഷ്ടിച്ച് ബാഗിലിട്ടേക്കുമായിരുന്നു. എന്ത്, എന്റെ അമ്മ മോഷ്ടിച്ചെന്നോ? ആഹാ, ഇത് SIന്റെ അമ്മയാണോ? പിന്നെ ഇവർക്ക് എന്തിന്റെ കേടാ മോഷ്ടിക്കേണ്ട ആവശ്യം? ദേ, എന്റെ അമ്മയെ കുറിച്ച് അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ, ചെയ്യുന്നതിൽ കുഴപ്പമില്ല, പറയുന്നതിലാണ് കുഴപ്പം. ദേ, കുട്ടിയുടെ അമ്മ 3 പവന്റെ മാല മോഷ്ടിച്ചു. എന്നാൽ പ്രശാന്തനാണെങ്കിൽ പോലീസിനെ കണ്ട് ആകെ പേടിച്ചേക്കാണ്. കാരണം പ്രശാന്തന് പോലീസ് അവിടെ വരുന്ന വിവരം അറിയില്ലല്ലോ. അപ്പൊ തന്നെ പ്രശാന്തന്റെ അടുത്തേക്ക് നന്ദു ചെല്ലുന്നുണ്ട്. എന്താ സംഭവിച്ചത്? ഇതെന്റെ അമ്മയാണ്. അമ്മ ഒരിക്കലും മോഷ്ടിക്കില്ല. ഇവിടെ CCTV ഇല്ലേ? മനഃപൂർവ്വം ആരോ എന്റെ അമ്മയെ ചതിച്ചതാ. അത് പിന്നെ ഇവള് പെട്ടെന്ന് പറഞ്ഞു അവളുടെ മാല കാണാനില്ലെന്ന്. അപ്പോ എല്ലാവരും ചെക്ക് ചെയ്യുന്ന കൂട്ടത്തിൽ മാഡത്തിന്റെ അമ്മയും കൂടി ചെക്ക് ചെയ്തു. അങ്ങനെയാ സ്വർണ്ണമാല കിട്ടിയത്. ദേ, ഇവക്ക് കേസില്ല, അതുകൊണ്ട് ഇത് കേസാക്കണ്ട. അതൊന്നും പറഞ്ഞാൽ പറ്റില്ല. സ്വർണം മോഷ്ടിക്കുന്ന ആള് ഇനി മറ്റൊരാളുടെ സ്വർണം മോഷ്ടിക്കില്ലെന്ന് ആര് കണ്ടു? ഇതൊക്കെ ചുറ്റിലും നിൽക്കുന്നവരാണോ പറയുന്നത്. അതുകൊണ്ട് അമ്മയ്ക്കാണെങ്കിലും അച്ഛനാണെങ്കിലും നിയമം എല്ലാവർക്കും ബാധകമാണ്. അതുകൊണ്ട് SI സാറേ, ഇവരുടെ കയ്യിൽ വിലങ്ങണീച്ച് കൊണ്ടുപോയേ. എന്നാ കൂടെ ഇതിങ്ങനെ പറയുന്ന ആളെ വേണു ആണ്ടോ ഏർപ്പാടാക്കിയിരിക്കുന്നത്. ഹോ, എന്റെ അച്ഛാ, ഇത് കണ്ടിട്ടേ എനിക്ക് കുളിർമ തോന്നുന്നു. എന്റെ മോളെ, ഞാൻ ആരാന്നാ നീ വിചാരിച്ചിരിക്കുന്നത്? ഇതൊക്കെ എനിക്ക് ഒപ്പിക്കാൻ നിസ്സാര സമയം പോരെ. എന്തായാലും അവളുടെ അമ്മയെ ജയിലിൽ കയറ്റണം. GP കയറ്റി കൊണ്ടുപോകണം, എന്റെ അച്ഛനും അമ്മയും കൊണ്ടുപോയ പോലെ. എന്താ SI സാറേ, സ്വന്തം അമ്മയെ കൊണ്ടുപോകാൻ മടിയുണ്ടോ? എന്റെ അമ്മ ഓട്ടോ വിളിച്ച് സ്റ്റേഷനിലേക്ക് എത്തിക്കോളും. അമ്മ ഒരിക്കലും തെറ്റിയില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അത് പറഞ്ഞാൽ പറ്റുമോ സാറേ? ആ ഓട്ടോയിൽ കയറി ഇവര് വേറെങ്ങോട്ടെങ്കിലും പോയാലോ? അതുകൊണ്ട് ഉറപ്പായിട്ട് നിങ്ങളുടെ GP തന്നെ കൊണ്ടുപോകണം. അപ്പൊ കനക പറയുന്നുണ്ട്, മോളെ, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. എന്നാലും ഇവന്മാർക്കൊക്കെ വേണ്ടി എന്റെ മോള് GP കയറ്റിക്കോ. പക്ഷേ സത്യം എന്റെ മോള് തെളിയിക്കണം. ഇതിനൊക്കെ പിന്നിൽ വേറെ ആരും ഉണ്ട്. ഞാൻ പോയിട്ട് GP കയറാം. അമ്മേ, അത് വേണ്ട. അമ്മ ഓട്ടോയിൽ. വേണ്ട മോളെ, ഞാൻ പോയി കയറിക്കോളാം. ഇതും പറഞ്ഞുകൊണ്ട് ആ GP ചെന്ന് കയറുകയാണ് കേട്ടോ കനക. നന്ദു ആണെങ്കിൽ ആ ദേഷ്യത്തിന് പ്രശാന്തന്റെ അടുത്തോട് ചെല്ലുന്നുണ്ട്. താൻ നോക്കിക്കോ, ആരാണ് ഈ ചതി ചെയ്തതെന്ന് വെച്ചാ അവരെന്റെ കൈ കിട്ടിയാലുണ്ടല്ലോ, ഞാൻ ഇഞ്ചിഞ്ചാക്കി ചതയ്ക്കും. അത് നിനക്കറിയെങ്കിൽ അവരോട് പറഞ്ഞേക്ക്. ഞാൻ ഇന്നു മുതൽ ഇതിന് അന്വേഷണം തുടങ്ങാൻ പോവാ. ഇതും പറഞ്ഞുകൊണ്ട് നന്ദു അവിടുന്ന് അമ്മയും കൂട്ടി പോകുന്നുണ്ട് കേട്ടോ. അപ്പോ അനാമികയാണെങ്കിൽ എഴുന്നേറ്റ് ഇന്ന് ആഹ്ലാദം പ്രകടിപ്പിക്കുന്നുണ്ട്. ഹോ, എന്റെ അച്ഛാ, ഇപ്പോഴാണ് എനിക്ക് സ്വർഗം കിട്ടിയത്. എന്തായാലും കാര്യം നടന്നല്ലോ. ഹോ, എനിക്ക് അത്ര മാത്രം മതി. ഓക്കെ, അങ്ങനെ അമ്മയെ നന്ദു പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകാൻ കേട്ടോ. ഇന്നലെ കിടലും ട്വിസ്റ്റ് നിറഞ്ഞ എപ്പിസോഡാണ് കേട്ടോ. ഈ എപ്പിസോഡിന്റെ ബാക്കി കിട്ടാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോക്കൊന്ന് ലൈക്ക് ചെയ്യുക, നെക്സ്റ്റ് എപ്പിസോഡ് ഒന്ന് കമന്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരിക്കും എല്ലാവർക്കും ബൈ ഗൈസ്.